നമസ്കാരം, മാസ്റ്ററിങ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പവർ പോയിന്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. പവർ പോയിന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റിബൺസിൽ വരുന്ന നമ്മുടെ ടാബുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോം ടാബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഹോം ടാബിലെ ഏതൊക്കെ ഗ്രൂപ്പാണ്? ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ് വരെ പറഞ്ഞു. ഇനി 2 ഗ്രൂപ്പാണ് നമുക്ക് ഇതിനകത്തുള്ളത്, ഡ്രോയിങ്സും എഡിറ്റിങ്സും. അപ്പോൾ ഹോം ടാബിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്സ് ആൻഡ് എഡിറ്റിംഗ്. ഇത്രയും ഓർത്തിരിക്കുക. അങ്ങനെ 6 ഗ്രൂപ്പാണ് ഹോം ടാബിനകത്ത് വരുന്നത്. ഇനി ഓരോ ഗ്രൂപ്പിനകത്തും എന്തൊക്കെ ഓപ്ഷനാണ് ചിലപ്പോൾ ചോദിക്കും. ബോൾഡ് എവിടെയാണ് വരുന്നത്? ഫോണ്ട് ഗ്രൂപ്പിലാണ് വരുന്നത്. അല്ലെങ്കിൽ അലൈൻമെൻറ്റ് എവിടെയാണ് വരുന്നത്? പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഏത് ടാബിൽ? ഹോം ടാബിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഡ്രോയിങ്സിലേക്ക് പോകാം. ഡ്രോയിങ്സിലാകുമ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഷേപ്സ് കണ്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ പാരഗ്രാഫ് ഗ്രൂപ്പ് ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിന് ശേഷം വരുന്ന ഇതാണ് എന്ത്? ഡ്രോയിങ്സ്. ഇതിനകത്ത് നമുക്ക് ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെയുള്ള ഷേപ്സ്, ലൈൻ ആണെങ്കിലോ അല്ലെങ്കിൽ ആരോ ആണെങ്കിലോ റെക്റ്റാങ്കിള്, സർക്കിൾ, ഇങ്ങനെയുള്ള ഷേപ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്കൊരു ഷേപ്പ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ ഒരു പ്ലേസ് ഹോൾഡറിൽ മൗസ് പ്ലേസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ പ്ലസ് സൈൻ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ എന്തായി? ഡ്രോ ആയി. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഷേപ്പ് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്നിട്ട് ആ സർക്കിളിനെ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു? ഡ്രോ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്. നമുക്ക് ഇതിനെ ബാക്കിൽ കൊടുക്കണം. കണ്ടോ, സർക്കിൾ ഞാൻ എന്ത് ചെയ്തു? സെൻഡ് ടു ബാക്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ റെക്റ്റാങ്കിളിന് ബാക്കിലേക്ക് എന്ത് പോയി? ആ സർക്കിൾ പോയി. ഇനി ഞാൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, അതിനെയും നമ്മൾ സെൻഡ് ടു ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അത് ബാക്കിലേക്ക് പോകും. കണ്ടോ, റെക്റ്റാങ്കിൾ ബാക്കിലേക്ക് പോയി. പിന്നെ ഇവിടെ എന്തുണ്ട്? സർക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെയുള്ള ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഞാൻ ആ റെക്റ്റാങ്കിൾ പ്ലേസ് ചെയ്തപ്പോൾ ഇവിടെ ഈ ഐക്കൺസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ റെക്റ്റാങ്കിളും സർക്കിളും ഞാൻ സെൻഡ് ടു ബാക്ക് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ ഐക്കൺസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇനി നോക്കിയേ, ക്യുക്ക് സ്റ്റൈൽസ്. ക്യുക്കായിട്ടുള്ള ഏതെങ്കിലും ഇവിടെ നമുക്ക് ഇതുപോലെ തീംസും ആ ഒരു ഷേപ്പിനും അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഹോൾഡറിനുള്ള തീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ക്യുക്ക് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നത് ഷേപ്പ് ഫില്ലാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഷേപ്പ്. ഇപ്പം ഞാൻ ഈ റെക്റ്റാങ്കിൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ആ സർക്കിളിനെയും റെക്റ്റാങ്കിളിനെയും ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ഇനി നോക്കി, ഈ സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഷേപ്പ് ഫില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. കണ്ടോ, ഇവിടെ ഞാൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ കളർ എന്താവുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് ഔട്ട്ലൈൻ. ഈ ഷേപ്പിന് എന്ത് ചെയ്യാം? നമുക്ക് ഏത് കളർ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്ത്, കണ്ടോ, ഇതിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഷേപ്പ് എഫക്റ്റ് ആണ്. ഷേപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീസെറ്റ്, ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, സോഫ്റ്റ് എഡ്ജ്, ബെവൽ, 3D റൊട്ടേഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള ഷേപ്പ് എഫക്റ്റുകളുണ്ട്. ഈ എഫക്റ്റ് നമുക്ക് എന്തിനു കൊടുക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഷേപ്പിന് കൊടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഷേപ്പ്. ഇപ്പം ഞാൻ പ്രിസെറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൊടുത്തു. അപ്പം കണ്ടോ, അതിൽ വന്ന ചേഞ്ചസ് കണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഏതിനാണ്? നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷേപ്സിന്. അപ്പോൾ ഡ്രോയിങ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ഷേപ്സ് ഉണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാം, അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ആ ഒരു ഷേപ്പിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ട്, സെൻഡ് ടു ബാക്ക് ഉണ്ട്, ബ്രിങ് ഫോർവേഡ് ഉണ്ട്, സെൻഡ് ബാക്ക്വേഡ് ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ ക്യുക്ക് സ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ ഷേപ്പ് ഫില്ലുണ്ട്, ഷേപ്പ് ഔട്ട്ലൈൻ ഉണ്ട്, ഷേപ്പ് എഫക്റ്റ് ഉണ്ട്. ഇത്രയുമാണ് ഡ്രോയിങ്സ് ഗ്രൂപ്പിൽ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എഡിറ്റിങ്സ് ആണ്. എഡിറ്റിങ്സിനകത്ത് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ചെയ്ത വാല്യൂവിനെ വേറൊരു വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സെലക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെലക്റ്റിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെലക്ട് ഓൾ ഉണ്ട്, സെലക്ട് ഒബ്ജക്റ്റ് ഉണ്ട്, സെലക്ഷൻ ബാൻ ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ വേർഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോം ടാബിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ് ആൻഡ് എഡിറ്റിംഗ്. ഇത്ര 6 ഗ്രൂപ്പാണ് ഹോം ടാബിനകത്തുള്ളത്. എത്ര ടാബ് ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ടാബാണുള്ളത്. ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ആനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ ആൻഡ് വ്യൂ.
പിന്നെ ചില ഇമേജസോ നമ്മൾ ഷേപ്സോ ഒക്കെ ഡ്രോ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ടാബ് കൂടി വരും. ഈ ഫോർമാറ്റ് ടാബ് കണ്ടോ, ഇവിടെ ഡ്രോയിങ് ടൂൾ എന്ന് കിടക്കുന്നുണ്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമാറ്റ് ടൂൾ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ വ്യൂ ടാബ് വരെ നമുക്ക് ടാബ് ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്യുകയോ ഷേപ്പ് ഡ്രോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന എക്സ്ട്രാ ടാബാണ് ഈ ഫോർമാറ്റ് ടാബ് പോലെയുള്ള ടാബ്. അപ്പം ഇതിനെ നമ്മൾ കോണ്ടെക്സ്റ്റൽ ടാബ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന ടാബുകളെയാണ് കോണ്ടെക്സ്റ്റൽ, അതായത് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് വരുന്ന ടാബുകളാണ് ഇത് കോണ്ടെക്സ്റ്റൽ ടാബ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മുടെ ടാബ് ഏതാണെന്ന് നോക്കാം. ഇൻസേർട്ട് ടാബാണ് രണ്ടാമത്തേത്. അപ്പോൾ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണുള്ളത് നോക്കിയേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ടേബിൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടേബിൾ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ സ്ലൈഡ് എടുത്ത് നോക്കാം. ഇവിടെ ഒരു പുതിയ സ്ലൈഡ് വന്നു. ഇവിടുന്ന് നമുക്കുണ്ടോ, ഇവിടുന്ന് ഇൻസേർട്ട് ടേബിൾ, ഇൻസേർട്ടാണ് കിടക്കുന്നുണ്ടോ, ഇൻസേർട്ട് ടേബിൾ, ഇൻസേർട്ട് ചാർട്ട്, ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ടേബിൾ ഓപ്ഷൻ ഉണ്ട്. ഈ ടേബിൾ എടുക്കുക. ഇതിനകത്ത് എത്ര റോ, ഇങ്ങനെ താഴോട്ടുള്ളത് കോളവും ഇങ്ങോട്ടുള്ളത് എന്താണ്, റോയുമാണ്. അപ്പോൾ എത്ര കോളവും റോയും വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 2 റോയും 3 കോളവുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേബിൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഇവിടെ ഇൻസേർട്ട് ആകും. കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ടേബിളിൽ ആവശ്യമുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നോക്കിയേ, ഞാൻ ഇവിടെ ഇപ്പോൾ ഇൻസേർട്ട് ടാബിൽ നിന്നും ടേബിൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇവിടെ 2 ടാബുകൾ എക്സ്ട്രാ വന്നു. ഏതൊക്കെയാണ്? ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. കണ്ടോ, അപ്പോൾ നമുക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഈ ടേബിളിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ടാബുകളാണ് ഇത്, ഈ ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇൻസേർട്ടിൽ ആദ്യമേ ഉള്ള എന്താണ്? ടേബിളാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് റോസും കോളവും വേണം, അതനുസരിച്ചിട്ട് നമ്മളിത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ വേടി പഠിച്ചതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ പിക്ചർ. ഒന്നാമത് വരുന്ന ഏതാണ്? പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ലൈഡിലേക്ക് ഒരു പുതിയ പിക്ചറിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻസിനകത്ത് നിന്ന് ഏതെടുത്താൽ മതി? പിക്ചർ എടുത്താൽ മതി. നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സിനെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ പ്രസൻറ്റേഷനിൽ കൊണ്ടുവരാനാണ് പിക്ചർ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്ലിപ്പാർട്ടാണ്. ക്ലിപ്പാർട്ട് ഗ്യാലറിയിലുള്ള ഇമേജസിനെ ഡോക്യുമെൻറ്റിലേക്കോ പ്രസൻറ്റേഷനിലേക്കോ കൊണ്ടുവരാനാണ് ക്ലിപ്പാർട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിപ്പാർട്ട് അറിയാലോ, ഇവിടെ ക്ലിപ്പാർട്ടിൻ്റെ ടാബ് കിടപ്പുണ്ട്. കണ്ടോ, നമ്മൾ ക്ലിപ്പാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ സെർച്ച് ഫോർ, ഇവിടെ നമ്മൾ ഫ്ലവർ എന്നുള്ളത് നമ്മൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇമേജസ് വരും. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം, സെർച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഫോട്ടോ ആൽബം. നമുക്ക് പ്രസൻറ്റേഷന് പിക്ചേഴ്സിനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫോട്ടോ ആൽബം. പിന്നെ ഇവിടെയും എന്ത് വരുന്നുണ്ട്, ഷേപ്സ് വരുന്നുണ്ട്, റെഡിമെയ്ഡ് ഷേപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രോയിങ്സിനകത്ത് ഹോം ടാബിലെ ഡ്രോയിങ്സിനകത്ത് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഷേപ്സ് എവിടെയും ഉണ്ട്. ഇൻസേർട്ട് ടാബിലെ ഇല്ലുസ്ട്രേഷൻസിനകത്തും എന്ത് വരുന്നുണ്ട്, ഷേപ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്മാർട്ട് ആർട്ടും ചാർട്ടുമാണ്. സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്ലോക്ക് ഡയഗ്രംസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സ്മാർട്ട് ആർട്ട്. കണ്ടോ, ഇതുപോലെയുള്ള ബ്ലോക്ക് ഡയഗ്രംസ് പ്രസൻറ്റേഷനിൽ കൊണ്ടുവരാനാണ് സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് വരുന്ന ചാർട്ടാണെങ്കിൽ നമുക്കറിയാമല്ലോ, ചാർട്ട് നമുക്ക് ഡേറ്റാസിനെ വിഷ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ചാർട്ട് യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ചാർട്ടുകളുണ്ട്. കോളം ചാർട്ടുണ്ട്, ലൈൻ ചാർട്ടുണ്ട്, പൈ ചാർട്ടുണ്ട്, ബാർ ചാർട്ടുണ്ട്, ഏരിയ ചാർട്ട്, സ്കാറ്റർ ചാർട്ട്, എക്സ്വൈസ് ചാർട്ട്, ഡോനറ്റ് ചാർട്ട്. ഇതൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഡേറ്റാസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർട്ടാണ്. ഓക്കെ, ഒരു പാർട്ട് ഹോൾ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, പൈ ചാർട്ടാണ്. കണ്ടോ, ഇതിപ്പോൾ 100% ഫുള്ളുള്ളയാ, ഇതിൽ ഇത്രയും എന്ന് പറയുന്നത് ഒരു 40% ആയിരിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കൂടുതലുള്ളത് എന്ന്. അപ്പം ഈ പൈ ചാർട്ട് പോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റൊരു ചാർട്ടാണ് ഏതെന്ന് പറയുന്നത്, ഡോനറ്റ് ചാർട്ട്. ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, ചാർട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ലിങ്കാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക്. നമുക്കറിയാമല്ലോ, ഒരു ലിങ്ക് കൊടുത്ത് ഒരു ഡോക്യുമെൻറ്റിനെ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡിൽ ഏത് വേർഡുമായിട്ടാണോ ഡോക്യുമെൻറ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റിലേക്ക് ഓപ്പൺ ആയി പോകും. അപ്പം ഞാൻ ഇത് കാണിക്കുന്നില്ല, അത് കാണിക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ വേർഡിൽ ചെയ്തിട്ടുണ്ട്. വേർഡിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ വേർഡിൻ്റെ ഇത് കിടപ്പുണ്ട്.
വേഡും എക്സലും പവർ പോയിന്റും എല്ലാം ഒരു സെക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പഴയ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹൈപ്പർ ലിങ്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഗ്രൂപ്പാണ്. ഇത് കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതും ചെറുതുമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്നത് എന്താണ്? ടെക്സ്റ്റ് ബോക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ലൈഡ്, പുതിയൊരു സ്ലൈഡ് നമ്മൾ കൊടുത്തു. ഇപ്പം നോക്കിയേ, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലൈഡ് കൊടുത്തു, കണ്ടോ? ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡിൽ എവിടെയെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ഡ്രോ ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റിനകത്ത് വരുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ അറിയാമല്ലോ, ഓരോ പേജിൻ്റെയും ടോപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഹെഡർ യൂസ് ചെയ്യുന്നത്. ബോട്ടം വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഡോക്യുമെൻറ്റോ ടെക്സ്റ്റോ ഇമേജസോ ഒക്കെ എല്ലാ സ്ലൈഡ്സിൻ്റെയും ടോപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഹെഡർ യൂസ് ചെയ്യാം, ബോട്ടം വരാൻ വേണ്ടിയിട്ട് ഫൂട്ടർ യൂസ് ചെയ്യാം. പിന്നെ വേർഡ് ആർട്ട് ഒരു അട്രാക്റ്റീവ് ടെക്സ്റ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനെ അട്രാക്റ്റീവായിട്ടുള്ള, ഇതുപോലെ പല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിനാണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് ഡേറ്റ്, നമ്മുടെ സിസ്റ്റം ഡേറ്റും ടൈമും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്താണ്? സ്ലൈഡ് നമ്പർ എന്താ ഇൻസേർട്ട്, നമുക്ക് സ്ലൈഡ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംബഡഡ് ഒബ്ജക്ട്സിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ടെക്സ്റ്റ് ബോക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, വേർഡ് ആർട്ട്, ഡേറ്റ് ആൻഡ് ടൈം, സ്ലൈഡ് നമ്പർ, സിമ്പിൾ ആൻഡ് ഒബ്ജക്റ്റ്. ഇനി ഇത് ഈ ഇൻസേർട്ട് ടാബിൽ വരുന്ന ലാസ്റ്റ് വണ്ണാണ് മീഡിയ ക്ലിപ്പ്. മീഡിയ ക്ലിപ്പിൽ വരുന്നത് മൂവീസ്, സൗണ്ട്. അതായത് ഒരു മൂവിയോ ഒരു വീഡിയോയോ ഒരു വീഡിയോ ക്ലിപ്പോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്കിത് പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? മീഡിയ ക്ലിപ്സ് എന്ന് പറയുന്ന ഇൻസേർട്ട് ടാബിൽ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ മൂവി ഉണ്ട്. മൂവി ആണെന്നുണ്ടെങ്കിൽ മൂവി ഫ്രം ഫയലും ഉണ്ട്, ക്ലിപ്പ് ഓർഗനൈസറും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് മൂവി ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ടും ഉണ്ട്. അപ്പോൾ സൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മൂവി, വീഡിയോ ഫയൽസ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓഡിയോ ഫയൽസും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ മൂവീസും സൗണ്ടും എവിടെയാണ് വരുന്നത്? ഇൻസേർട്ട് ടാബിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹോം ടാബ് കഴിഞ്ഞു, ഇൻസേർട്ട് ടാബ് കഴിഞ്ഞു. ഇനി ബാക്കി ടാബുകളുടെ ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്